എല്ലാവർക്കും നമസ്കാരം. രാവണൻ്റെ ഉപാസനാമൂർത്തി സാക്ഷാൽ പരമശിവൻ തന്നെയാണ്. വളരെ ബാല്യത്തിലെ ഗുരുനാഥനിൽ നിന്നും ആ ഉപാസന രഹസ്യം രാവണന് ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ പിൻബലത്തിലാണ് രാവണൻ തൻ്റെ ജീവിത വിജയങ്ങളെല്ലാം നേടിയത്. ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ രാവണന് സാധിച്ചത് ആ ഇഷ്ടദൈവ ഉപാസനയിലൂടെയാണ്. എത്രത്തോളം നേരത്തെ ജീവിതകാലത്തിൻ്റെ ആദ്യമേ കിട്ടുന്നുവോ അത്രയും നേട്ടങ്ങൾ ഒരാൾ ഉണ്ടാക്കുന്നുണ്ട് ജീവിതത്തിൽ. രാവണൻ അങ്ങനെ വളരെ നേരത്തെ തന്നെ തൻ്റെ ഇഷ്ടദൈവത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടുകയും അത് വളരെ കൃത്യമായി അനുഷ്ഠിക്കുകയും ചെയ്തു എന്നുള്ളതാണ് രാവണൻ്റെ വിജയം. രാവണൻ സർവശാസ്ത്രങ്ങളിലും അറിവുള്ള ഒരാളായിരുന്നു. അതുകൊണ്ടാണ് യുദ്ധസമയത്ത് രാവണ യുദ്ധസമയത്ത് ആദ്യമായിട്ട് ശ്രീരാമൻ രാവണനെ കണ്ടപ്പോൾ തൊഴുതു എന്നാണ് പറയുക. ദൂരെ നിന്നിങ്ങനെ യുദ്ധത്തിനായിട്ട് വരുന്ന കണ്ടപ്പോൾ അദ്ദേഹം തൊഴുതു. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് അങ്ങനെയാണ്, ജ്ഞാനം, സർവശാസ്ത്രങ്ങളിലെയും അറിവ് നേടിയ ആളാണ്. ജ്ഞാനിയെ കണ്ടാൽ വന്ദിക്കണം എന്ന് ശാസ്ത്രമുണ്ട്. അതുകൊണ്ടാണ് രാവണൻ യുദ്ധത്തിൽ ശ്രീരാമനോട് പരാജയപ്പെടുന്ന ഘട്ടങ്ങളുണ്ട്. തൻ്റെ സർവ്വകാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് രാവണൻ നഷ്ടപ്പെട്ടു. ശക്തരായിരുന്ന മക്കളും സൈന്യവും അതേപോലെ സർവവും, അവസാനം തൻ്റെ രഥവും അതുപോലെ അംഗരക്ഷകരും എല്ലാം നഷ്ടപ്പെട്ടിട്ടും എന്നിട്ടും രാവണൻ യുദ്ധത്തിന് തയ്യാറായി. എല്ലാവരും എതിർത്തിട്ടും, മണ്ഡോദരി എതിർത്തിട്ടും, അറിവുകളെല്ലാവരും പറഞ്ഞു കൊടുത്തിട്ടും ഒന്നും കേൾക്കാതെ ഞാൻ വിജയിക്കും എന്നുള്ള ഉറപ്പിൽ ഭഗവാനാണ് ശ്രീരാമൻ എന്നറിഞ്ഞിട്ടും ആ ഭഗവാനോട് യുദ്ധം ചെയ്യാൻ തയ്യാറായത് ആ ഉപാസന മൂർത്തിയുടെ പിൻബലത്തിലാണ്. തന്നെ തൻ്റെ ഉപാസനാമൂർത്തി രക്ഷിക്കും എന്നുള്ള അറിവ് രാവണനുണ്ടായിരുന്നു. അത് സംഭവിക്കുക തന്നെ ചെയ്തു. അവസാന ഘട്ടം വരെ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് നിന്നിട്ട് സർവ കാര്യങ്ങളുടെയും പിന്തുണയുള്ള ഭഗവാൻ ശ്രീരാമന് രാവണനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. യുദ്ധക്കളത്തിൽ വെച്ചിട്ട് അതങ്ങനെ തുടരുകയാണ്. എന്തു ചെയ്യണമെന്നറിയാത്ത നിമിഷങ്ങൾ. ഒടുവിൽ ഭഗവാനോട്, ശ്രീരാമനോട് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ വന്ന് പറയുകയാണ്, നിനക്ക് രാവണനെ തോൽപ്പിക്കാൻ എളുപ്പമല്ല. കാരണം ഈ യുദ്ധം നീണ്ടുപോകുമ്പോൾ അത് ഈ ഭൂമിക്ക് തന്നെ നാശമുണ്ടാക്കുന്നു. സർവ്വദേവതമാരും ഒരുമിച്ച് ആ യുദ്ധത്തിൽ ആശങ്കാകുലരാണ്. അപ്പം ഇതിൻ്റെ കാരണം എന്താണ് എന്ന് എല്ലാവരും അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ്, രാവണൻ തൻ്റെ ഉപാസനാമൂർത്തിയായ പരമശിവനെ പ്രീതിപ്പെടുത്തി നിർത്തിയിരിക്കുന്നു. അതാണ് കാരണം. എല്ലാവരും കൂടെ പരമശിവനോട് പറയുകയാണ്, ഈ രാവണനെ വധിക്കാൻ അനുവദിക്കണം അങ്ങ്. കാരണം രാവണൻ അധർമ്മപ്രവൃത്തികൾ ചെയ്ത് ഈ ലോകത്തിന്, ഈ ഭൂമിക്ക് ഭാരമായി ജീവിക്കുന്ന ആളാണ് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. പക്ഷേ പരമേശ്വരൻ പറയുന്ന മറുപടി മറ്റൊന്നാണ്, അതൊക്കെ ആയിക്കോട്ടെ, പക്ഷേ എൻ്റെ ഉപാസകനാണ്, എന്നെ ഉപാസിക്കുന്ന ആളാണ്, ഞാൻ വിട്ടുതരികയില്ല. രാവണനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നില്ല വധിക്കാനായിട്ട് എന്ന് പറഞ്ഞപ്പോൾ അത് വീണ്ടും ഒരു വലിയ പ്രതിസന്ധിയാണ് അവിടെ സൃഷ്ടിച്ചത്. ഇനി എങ്ങനെ സാധിക്കും? ശ്രീരാമന് എങ്ങനെയാണ് വിജയം നേടാൻ സാധിക്കുക? പലരും പല വഴി ആലോചിക്കുകയാണ്. എല്ലാവരും ചേർന്ന് അപേക്ഷിക്കുകയാണ് ഭഗവാനോട്, അതായത് പരമശിവനോട്, ദയവ് ചെയ്ത് ഒന്ന് അനുവദിക്കൂ, ഈ യുദ്ധമൊന്ന് അവസാനിപ്പിക്കട്ടെ, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ആ സർവനാശനം വന്നുകൊണ്ടിരിക്കുന്ന ആ രാവണൻ്റെ പ്രവൃത്തികൾക്ക് ഒരു അറുതിയുണ്ടാവട്ടെ. പക്ഷേ എങ്ങനെയെല്ലാം പറഞ്ഞിട്ടും പരമശിവൻ അതിനൊന്നും അനുവാദം കൊടുത്തില്ല. എപ്പോഴും അദ്ദേഹം തൻ്റെ ഉപാസകനെ രക്ഷിച്ചുകൊണ്ടേയിരുന്നു. വീണ്ടും ഇങ്ങനെ നിർബന്ധം കൂടിയപ്പോൾ പരമശിവൻ ചോദിച്ച വളരെ ശ്രദ്ധേയമായൊരു ചോദ്യമുണ്ട് ഈ ദേവന്മാരോടൊക്കെ. ശരി, ഞാൻ സമ്മതിക്കുകയാണെന്ന് വിചാരിച്ചോളുക. അതായത് രാവണനെ വധിക്കാനായിട്ട് ഞാൻ അനുവാദം തരികയാണെങ്കിൽ, അങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ, രാവണൻ വധിക്കപ്പെട്ടാൽ
ഒറ്റ ഒരു കാര്യം നിങ്ങളെന്നോട് പറഞ്ഞു തരണം. അതായത് രാവണൻ തൻ്റെ ജീവിതകാലമത്രയും ഉപാസിച്ച് നേടിയെടുത്ത തൻ്റെ ഉപാസനാബലം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ട്. അദ്ദേഹം വധിക്കപ്പെടുമ്പോൾ ആ ഉപാസനാബലം പുറത്തേക്ക് വരും. അത് ഈ ലോകത്തിനെ പലതവണ നശിപ്പിക്കാനുള്ള കഴിവുള്ള ഒന്നാണ്, ശക്തിയുള്ള ഒന്നാണ്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഒരു ചോദ്യത്തിന് മുന്നിൽ സർവ്വരും നിശബ്ദരായി. ഇങ്ങനൊരു കാര്യം തന്നെ അവരാരും ചിന്തിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ അതിന് അനുവാദം തരാത്തത് പറയുകയാണ് പരമശിവൻ. അതിനുത്തരമില്ല. അപ്പോഴാണ് ഭഗവാൻ തന്നെ, ശ്രീരാമൻ തന്നെ അതിനൊരു മറുപടി കൊടുത്തു. ശരി, ഞാൻ ആ ശൈവ തേജസ്സിനെ യുദ്ധാനന്തരം ഒരു ശിവലിംഗത്തിലാക്കി പ്രതിഷ്ഠിച്ചു കൊള്ളാം എന്നൊരു ഉറപ്പ് കൊടുക്കുകയാണ് അവിടെ ഭഗവാൻ. അവിടെയാണ് അതിനൊരു തീരുമാനമുണ്ടായത്. ആ യുദ്ധത്തിൻ്റെ പരിസമാപ്തിക്ക് ആ പ്രാരംഭം കുറിച്ചത് അവിടെയാണ്. ആ വാക്കിൽ നിന്നാണ്, ആ തീരുമാനത്തിൽ നിന്നാണ്. പിന്നെ എല്ലാം കാര്യങ്ങളും എളുപ്പമായിരുന്നു. ശ്രീരാമനോട് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ നിർദ്ദേശിച്ചു, രാവണൻ ശൈവ ഉപാസകനായതുകൊണ്ട് ആ ശിവൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ തന്നെയാണ്, സൂര്യൻ്റെ ചൈതന്യത്തെയാണ് ശിവൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ശിവൻ്റെ, ആ സൂര്യൻ്റെ ഏറ്റവും വലിയ മന്ത്രമായ ആദിത്യ ഹൃദയം ജപിച്ച് ആദിത്യനെ പ്രീതിപ്പെടുത്തി, ശിവനെ പ്രീതിപ്പെടുത്തി മാത്രം നീ യുദ്ധം ചെയ്തു, നിനക്ക് വിജയിക്കാം. അങ്ങനെ ആ ശിവപ്രീതിക്കായിട്ട് ആദിത്യ ഹൃദയം ജപിച്ച് ശിവനെ പ്രാർത്ഥിച്ച് ലോക നന്മയ്ക്കായി ഞാനിത് ചെയ്യുന്നു എന്നുള്ള ആ ഉറപ്പോടുകൂടി, പ്രാർത്ഥനയോടുകൂടി അദ്ദേഹം രാവണനെ വധിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ യുദ്ധാനന്തരം രാമേശ്വരത്ത് വന്നിട്ട് ആ ശൈവ തേജസ്സിനെ ആകമാനം, രാവണൻ തൻ്റെ ഉപാസന കൊണ്ട് നേടിയ ശരീരത്തിൽ സൂക്ഷിച്ചിരുന്ന ആ ശൈവ തേജസ്സിനെ ആകമാനം ശിവലിംഗത്തിലാക്കി പ്രതിഷ്ഠ ചെയ്തു. അതാണ് രാമേശ്വരം ക്ഷേത്രം, രാമേശ്വരത്തെ മഹാക്ഷേത്രം. അതിനു മുമ്പ് അവിടെ ക്ഷേത്രമില്ല. യുദ്ധത്തിന് പോകുമ്പോൾ അവിടെ കടൽ തീരത്ത് ഒരു ശിവപൂജ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. തിരിച്ചു വരുമ്പോഴാണ് അവിടെ പ്രതിഷ്ഠ നടത്തുന്നത്. ഉപാസനയുടെ ശക്തി, ഇഷ്ടദൈവത്തിൻ്റെ ആ പിൻബലം എത്രത്തോളം ശക്തമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. രാവണൻ തൻ്റെ ഹോമത്തിനിരിക്കുമ്പോൾ ഹോമദ്രവ്യങ്ങൾ തീർന്നാൽ തൻ്റെ ശിരസ് ഓരോന്നായിട്ട് അറുത്ത് ഹോമകുണ്ഡത്തിൽ തൻ്റെ ഇഷ്ടദേവന് സമർപ്പിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത്രയ്ക്കും ശക്തമാണ് ഉപാസന. ഉപാസന എന്നാൽ അദ്വൈത സിദ്ധാന്തമാണ്. രണ്ടില്ല, ഒന്നേയുള്ളൂ, ഒറ്റ ദൈവമേ ഉള്ളൂ എനിക്ക് എന്നുള്ള ഉറപ്പിൽ നിന്നാണ് ഉപാസന തുടങ്ങുന്നത്. അതറിയാമായിരുന്നു രാവണന് ശരിക്കും. അതുകൊണ്ട് ഉപാസനയിൽ നമ്മൾ ശക്തരാകുക. നമ്മളുടെ ഇഷ്ടദൈവ ഉപാസനയിലൂടെ നമുക്ക് ജീവിതത്തിൽ എന്തും സാധിക്കാം. അല്ലെങ്കിൽ നമുക്കെന്താണോ വേണ്ടത് അത് തരുവാൻ നിർബന്ധിതരാകും നമ്മുടെ ഉപാസനാമൂർത്തി. എല്ലാവർക്കും സർവേശ്വരിയായിട്ടുള്ള ദേവി നല്ലത് വരുത്തട്ടെ. എല്ലാവരും അവരുടെ ഇഷ്ടദൈവത്തെ ഉപാസിക്കുക. അത് നിങ്ങളുടെ ഗുരുനാഥനിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. എല്ലാവർക്കും നമസ്കാരം.